നമസ്കാരം. ആധുനിക വിവാഹങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ് വരുന്നത്? രണ്ട് വ്യക്തികൾ ഒന്നിക്കുന്ന ഒരു ലളിതമായ ചടങ്ങാണോ? അതോ കോടികൾ മുടക്കി നടത്തുന്ന ഒരു സിനിമ പോലത്തെ പ്രദർശനമാണോ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് TIGA.com എന്ന ബ്ലോഗിൽ ശ്രീ DR നായർ എഴുതിയ ഒരു ലേഖനത്തെക്കുറിച്ചാണ്. വിവാഹം എന്ന ആശയത്തിന് കാലം കൊണ്ടുവന്ന ഈ വലിയ മാറ്റത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം, അല്ലേ? ലേഖകൻ തുടങ്ങുന്നത് തന്നെ ഈയൊരു ശക്തമായ വാക്കുകളോടെയാണ്. ഇതൊരു അതിശയോക്തിയായിട്ട് നിങ്ങൾക്ക് തോന്നാം, പക്ഷേ സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന പല കല്യാണങ്ങളുടെയും ഒരു നേർക്കാഴ്ചയാണ് ഈ വാക്കുകൾ. അപ്പോ ആദ്യത്തെ പോയിന്റ് ഇതാണ്: വിവാഹം എന്ന ആശയം തന്നെ എങ്ങനെയാണ് മാറിയത്? പണ്ട് അതൊരു പവിത്രമായ ചടങ്ങായിരുന്നു. ഇന്നോ അതൊരു വലിയ പൊതുപ്രദർശനമായി മാറിയിരിക്കുന്നു. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ മാറ്റം വളരെ വ്യക്തമായിട്ടിവിടെ കാണാം. പണ്ട് വിവാഹങ്ങൾ ശാന്തവും പവിത്രവും വളരെ സ്വകാര്യവുമായിരുന്നു. എന്നാൽ ഇന്നോ അതൊരു മത്സരമാണ്. ഡ്രോൺ വെച്ചുള്ള ഷൂട്ടിംഗ്, 5-6 ദിവസം നീണ്ടുനിൽക്കുന്ന ആഘോഷങ്ങൾ, അങ്ങനെ ആകെ മാറിയിരിക്കുന്നു. ഇന്നത്തെ ഒരു കല്യാണത്തിന്റെ ചെക്ക് ലിസ്റ്റ് എടുത്താൽ എന്തൊക്കെയാ കാണുക? ദിവസങ്ങൾ നീളുന്ന സൽക്കാരങ്ങൾ, കോറിയോഗ്രാഫ് ചെയ്ത ഡാൻസ്, ഡിസൈനർ വസ്ത്രങ്ങൾ, വില കൂടിയ ആഭരണങ്ങൾ, പോരാത്തതിന് ചിലപ്പോൾ സെലിബ്രിറ്റികൾ വരെ അതിഥികളായി എത്തും, കൊട്ടാരങ്ങളിലോ വലിയ ബോട്ടുകളിലോ വെച്ചുള്ള ചടങ്ങുകൾ. ഇതൊക്കെ ഇപ്പോൾ ഒരു സാധാരണ കാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഒരു ചോദ്യമുണ്ട്: എന്തിനാണ് ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇത്രയധികം പണം മുടക്കുന്നതിന് പിന്നിലെ യഥാർത്ഥ കാരണമെന്താണ്? ലേഖകൻ പറയുന്നത് ഇതിനു പിന്നിൽ ഒരു വലിയ സാമൂഹിക സമ്മർദ്ദമുണ്ടെന്നാണ്. ഈ ഒരൊറ്റ ചോദ്യമാണ് എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം. മറ്റുള്ളവർ എന്ത് വിചാരിക്കും? ഈയൊരു പേടിയാണ് ഇത്രയധികം ചെലവുകൾക്കും ടെൻഷനുമൊക്കെ കാരണമാകുന്നത്. ഇതിന്റെയെല്ലാം യഥാർത്ഥ വില എന്താണെന്നോ? മറ്റുള്ളവരുടെ മുന്നിൽ ഒന്ന് ഷോ കാണിക്കാൻ വേണ്ടി മാത്രം പല കുടുംബങ്ങളും അവരുടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യം വരെ എടുത്ത് ചെലവഴിക്കുന്നു. സ്വന്തം മനസ്സമാധാനം തന്നെ പണയം വയ്ക്കുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, എത്ര വലിയൊരു ഭാരമാണെന്ന്. ഇനി നമ്മൾ വരുന്നത് ഇതിലെ ഏറ്റവും വലിയൊരു വിരോധാഭാസത്തിലേക്കാണ്. എന്താണെന്നല്ലേ? കല്യാണാഘോഷം എത്രത്തോളം വലുതാകുന്നുവോ ദാമ്പത്യത്തിന്റെ യഥാർത്ഥ അടിത്തറയ്ക്ക് അത്രത്തോളം ബലക്കുറവുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ലേഖകൻ പറയുന്നത്. ഈ കാണുന്നത് പ്രതീക്ഷയും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസമാണ്. വിവാഹത്തിന്റെ സമയത്ത് ഇവന്റ് മാനേജർമാരുണ്ട്, എല്ലാം സ്ക്രിപ്റ്റഡാണ്. എന്നാൽ ദാമ്പത്യത്തിലോ? അവിടെ റീടേക്കുകളില്ല. വിവാഹത്തിന് കൊറിയോഗ്രാഫ് ചെയ്ത ഡാൻസ് ദാമ്പത്യത്തിൽ ചിലപ്പോൾ സംസാരം പോലും നിലച്ചുപോകുന്നു. ഡിസൈനർ വസ്ത്രങ്ങളിൽ നിന്ന് പങ്കുവെക്കുന്ന ലോൺ തിരിച്ചടവുകളിലേക്ക്. ഈ താരതമ്യം തന്നെയെല്ലാം പറയുന്നുണ്ടല്ലേ? പക്ഷേ ഈ ആർഭാടങ്ങൾക്കിടയിൽ തന്നെ മറ്റൊരു ട്രെൻഡ് കൂടി വരുന്നുണ്ട്. വളരെ ശാന്തവും എന്നാൽ ശക്തവുമായൊരു മാറ്റം. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ കൂടുതൽ സ്ത്രീകൾ സ്വന്തം അന്തസ്സിനും ആത്മാഭിമാനത്തിനും വില കൽപ്പിക്കുന്നു. അവർക്ക് സന്തോഷമില്ലാത്തൊരു ദാമ്പത്യത്തിൽ നിന്ന് ധൈര്യമായി ഇറങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ സ്വന്തം സമാധാനം നിലനിർത്താൻ വിവാഹമെന്ന സിസ്റ്റം തന്നെ വേണ്ടെന്ന് വയ്ക്കുന്നു. ഇതൊരു തോൽവിയല്ല, മറിച്ച് വളരെ ബോധപൂർവമുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്. അപ്പോ ഈ ആഘോഷങ്ങളും പണവുമൊന്നുമല്ല പ്രധാനമെങ്കിൽ പിന്നെന്താണ്? ഒരു ദാമ്പത്യത്തിന്റെ യഥാർത്ഥ അടിത്തറ എന്തായിരിക്കണം? ലേഖകൻ പറയുന്നതെന്താണെന്ന് നോക്കാം. ലേഖകൻ പറയുന്നത് വളരെ ലളിതമായ എന്നാൽ വിലമതിക്കാനാവാത്ത 3 കാര്യങ്ങളെക്കുറിച്ചാണ്. 1 സ്നേഹം, 2 വിശ്വാസം, 3 ബഹുമാനം. ഇതിന് കോടികൾ മുടക്കേണ്ട ആവശ്യമില്ല, എന്നാൽ ഒരു ബന്ധം നിലനിൽക്കാൻ ഇവ കൂടിയേ തീരൂ. ഇതിലൊന്ന് നഷ്ടപ്പെട്ടാൽ ആ കെട്ടുറപ്പ് മുഴുവൻ ഇളകും. എത്ര ശരിയാണല്ലേ? ഈ 3 തൂണുകളും ഒരുമിച്ചുണ്ടെങ്കിൽ മാത്രമേ ആ കെട്ടിടം ഉറച്ചു നിൽക്കൂ. അതുകൊണ്ട് ലേഖകൻ കല്യാണത്തിന് പോകുന്നവരോട് ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ ദമ്പതികൾക്ക് ആശംസ നേരുമ്പോൾ ആ അവസാനത്തെ ഡാൻസും കഴിഞ്ഞ് ആഘോഷങ്ങളെല്ലാം തീർന്ന ശേഷവും നിലനിൽക്കുന്ന ഒരു നല്ല ഭാവിക്കായി ആശംസിക്കുക. അതാണ് അവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം. അങ്ങനെ നമ്മൾ അവസാനത്തെ ഒരു ചോദ്യത്തിലേക്ക് എത്തുന്നു. ആർഭാടം നിറഞ്ഞൊരു കല്യാണമാണോ നമുക്ക് വേണ്ടത്? അതോ ചിലപ്പോൾ കല്യാണമേ വേണ്ടെന്നാണോ? ശരിക്കും എന്താണ് പ്രധാനം? ആഘോഷപൂർണമായ ഒരു വിവാഹമാണോ? അതോ ഉറപ്പുള്ള ഒരു ദാമ്പത്യമാണോ? ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്ത് തോന്നുന്നു? ഒന്ന് ചിന്തിച്ചു നോക്കൂ.